PM ശ്രീ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ല എന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രതീഷ് കാളിയാടിന്റെ അഭിപ്രായം തള്ളി മുൻ മന്ത്രി വി ശിവൻകുട്ടി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരെ സർക്കാരിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് ശിവൻകുട്ടി പറഞ്ഞു. UDF-നെയും BJP-യെയും സഹായിക്കാനേ രതീഷ് കാളിയാടിന്റെ നിലപാട് ഗുണം ചെയ്യൂ. എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ മോഹിച്ചാണോ പ്രസ്താവന എന്ന് സംശയിക്കണമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് LDF ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി നടത്തിയിട്ടുള്ള പ്രസ്താവന പൂർണ്ണമായി തള്ളിക്കളയുക. PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരന് ഗവൺമെൻറ്റിൻ്റെ നയപരമായ തീരുമാനങ്ങൾ പറയുവാൻ ആരും തന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ശരി, വിജിൻ വായന്തോട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തും. വിജിൻ, എന്താണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി ഈ കാര്യത്തിൽ നൽകുന്ന ഒരു വിശദീകരണം? നിഷാദ്, കുറച്ചുകൂടി കടുപ്പിച്ചിട്ടുള്ളൊരു നിലപാടാണ് രതീഷ് കാളിയാടിനെതിരെ ഇപ്പോൾ മുൻ വിദ്യാഭ്യാസ മന്ത്രി നടത്തുന്നത്. രതീഷ് കാളിയാടിൻ്റേത് അവസരവാദപരമായ നിലപാടാണ്. ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണോ ഇത്തരം നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വി ശിവൻകുട്ടിയുടെ വാക്കുകൾ എന്ന് പറയുന്നത്. അത് വലിയ ശക്തമായ വിമർശനമാണ്. നേരത്തെ അത്രയും കടുപ്പിച്ചുള്ള വിമർശനങ്ങൾ ഉയർത്തിയിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയാണ് രതീഷ് കാളിയാടൻ. അദ്ദേഹമാണ് PM ശ്രീയിൽ നിന്ന് ഇനി പിന്മാറാൻ കഴിയില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചത്. അദ്ദേഹം വി ശിവൻകുട്ടി ഇപ്പോൾ വ്യക്തമാക്കുന്നത്, അതായത് സർക്കാരിന്റെ ഏതെങ്കിലും നയപരമായ തീരുമാനങ്ങളിൽ ഇടപെടാൻ മുഖ്യമന്ത്രിയുടെ ഏതെങ്കിലും ഓഫീസിലെ ജീവനക്കാരന് കഴിയില്ല. അത് LDF-ന്റെയും സർക്കാരിന്റെയും പൊതുവായ നയപരമായ ഒരു നിലപാടാണ്. അക്കാര്യത്തിൽ ഇടപെടുന്ന ഒരാളെയല്ല രതീഷ് കാളിയാടൻ. ഇപ്പോൾ ഇത്തരം നിലപാടുകൾ പറയുന്നത് അത് RSS-നെയും ഒപ്പം തന്നെ കോൺഗ്രസിനെയും സഹായിക്കാനുള്ള നീക്കമാണ്. ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നിലപാടാണോ ഇപ്പോൾ വന്നിട്ടുള്ളത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വി ശിവൻകുട്ടി ഇപ്പോൾ പറയുന്നത്. എന്തായാലും ശക്തമായ വിമർശനമാണ് നിലവിൽ ഇന്നലെ രതീഷ് കാളിയാടൻ ഉയർത്തിയ ഒരു ലേഖനവുമായി ബന്ധപ്പെട്ട് CPM-നെതിരെ ഉയർന്നത്, LDF-നെതിരെയൊക്കെ ഉയർന്നത്, പ്രത്യേകിച്ച് CPM-നെതിരെ ഉയർന്നത്. അതിൽ ഉള്ള ഒരു വിശദീകരണമാണ് നിലവിൽ എന്തായാലും ഇപ്പോൾ നൽകുന്നത്. PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒക്കെ തീരുമാനം അത് നയപരമായിട്ടുള്ളതാണ്, അല്ലാതെ ഏതെങ്കിലും ജീവനക്കാരൻ സ്വീകരിക്കേണ്ടതല്ല. ഇപ്പോൾ LDF സർക്കാർ മാറിയ ശേഷമുള്ളത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അത്തരം നിലപാടുകൾ അത് അവസരവാദപരമാണ് എന്നുള്ളതാണ് ശിവൻകുട്ടി വിമർശിക്കുന്നത്. ശരി, വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.